ഗണേശനും വാണിയും മുകുന്ദനും ചൊല്ലിന പൗരാണികാചാര്യനാം വ്യാസൻ താനും സ്വർലോകാധിപൻ മുമ്പാമാശാധിപതികളും വല്ലായ്മയൊഴിച്ചു ഭൂദേവദൈവതങ്ങളും കല്യാണം വരുത്തുവാൻ നാരദ മുനീന്ദ്രനും എല്ലാരും അനുഗ്രഹിച്ചിടുവാൻ വന്ദിക്കുന്നേൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ തൃപാദം ശരണം. അങ്ങയുടെ കഥ ചൊല്ലുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ സദയം പുറത്ത് കാത്തരുളണമേ ഭഗവാനേ. ഹരേ കൃഷ്ണ. ഞാൻ ആനന്ദവല്ലി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി അനന്താമൃതം കഥകളിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗുരുവായൂർ ഏകാദശിയെ പറ്റിയാണ് പറയുന്നത്. ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ച് 2 വീഡിയോകൾ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ആ വീഡിയോകളിൽ ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ട് കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഒന്ന് കേട്ടതിന് ശേഷം ഇത് കേൾക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്ന ചുറ്റുവിളക്ക് ഞാൻ താമസിക്കുന്നതിന് അടുത്തുള്ള വീട്ടിൽ നിന്ന് 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ട് 10 ദിവസം നടത്തുന്ന ചുറ്റുവിളക്കിൽ ഒരു ദിവസത്തെ ചുറ്റുവിളക്കാണ്. ഭക്തജനങ്ങൾ വഴിപാടായി ഷീട്ടാക്കുന്നതാണ്. രാവിലെയും വൈകുന്നേരവും ഭഗവാന്റെ എഴുന്നള്ളത്തുണ്ട്. ഗുരുവായൂരിൽ 1 മാസം ചുറ്റുവിളക്കുണ്ടല്ലോ. ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി, അതായത് 2024 ഗുരുവായൂർ ഏകാദശി ഡിസംബർ 11 തീയതിയാണ്. ഗുരുവായൂര് ഭൂമിയിലെ വൈകുണ്ഠോണെന്നല്ലേ പറയാ. ഏകാദശിയോടനുബന്ധിച്ച് അവിടെ നടക്കുന്ന വിളക്ക് മാടത്തില് 10,000 വിളക്കുകളുണ്ട്. ആ വിളക്കുകൾ മുഴുവൻ തെളിയിച്ചിട്ടുള്ള ആ കാഴ്ച, ഗുരുവായൂർ അമ്പലത്തിന്റെ ആ സമയത്തുള്ള ശോഭ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അണിയിച്ചൊരുക്കിയ ഗജവീരന്മാര്, മധ്യത്തിലുള്ള ഗജവീരന്റെ മുകളില് തിടമ്പ്, പൊന്നിൻ തിടമ്പ്, മുത്തുക്കുടകളെല്ലാം ചൂടി വാദ്യമേളത്തോടുകൂടി പുറകില് ഭക്തജനങ്ങള് രാമനാമം ചൊല്ലിക്കൊണ്ട് ഉള്ള ആ കാഴ്ച ശീവേലി ആർക്കും മറക്കാൻ പറ്റാത്തതാണ്. ഒരിക്കൽ കണ്ടു കഴിഞ്ഞാല് വീണ്ടും വീണ്ടും കാണണം എന്നുള്ള തോന്നൽ തന്നെയാണ്. ഒരിക്കൽ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചെല്ലാനുള്ള മോഹം തന്നെയാണ്. കൈയെടുത്ത് തൊഴുതു പോകുന്ന ഒരു ദൃശ്യമാണത്. അത് അധികം പേരും കണ്ടിട്ടുണ്ടാവും. കാരണം ഈ ഏകാദശി സമയത്ത് എല്ലാ ഭക്തരും ഒരു ദിവസമെങ്കിലും അവിടെ പോയി തൊഴാതിരിക്കില്ല. പ്രഭാത ഭക്ഷണവും പിന്നെ ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും എല്ലാം നടക്കുന്നത് കൊണ്ട് ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത്തിരി നേരം വരിയിൽ നിൽക്കണം എന്നുള്ളത് മാത്രമാണ്. വയ്യാത്തവർക്ക് വേണമെങ്കിൽ 1000 രൂപയോ 4-5 ആൾക്കാരുണ്ടെങ്കിൽ 4000 രൂപയോ ടിക്കറ്റ് എടുത്തിട്ട് നെയ്വിളക്ക് ഷീട്ടാക്കിയിട്ടും ഭഗവാനെ തൊഴുതു വരാം. പ്രസാദ ഊട്ട്, അതായത് അന്നദാനവും കാലത്തുള്ള പ്രഭാത ഭക്ഷണമൊക്കെ ഇന്ന് നിത്യമുണ്ട്. ശീവേലി അതുപോലെ തന്നെ. പക്ഷേ ഈ ഏകാദശി സമയത്ത് അതിന്റെ പ്രഭകളൊക്കെ ഒന്ന് വേറെയാണ്. ഏകാദശി നാള് ഗുരുവായൂരിലെ പ്രതിഷ്ഠ നടന്ന പ്രതിഷ്ഠാ ദിനം കൂടിയാണ്. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗജരാജനായിട്ടുള്ള കേശവൻ ചരിഞ്ഞ ദിവസം കൂടിയാണ്. അങ്ങനെ പല പ്രത്യേകതകളും ഉണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഒരു തടസ്സവുമില്ല. പക്ഷെ പണ്ടൊരു കാലം ഉണ്ടായിരുന്നു, എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റില്ല, സവർണർക്ക് മാത്രമേ പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് നിത്യം അന്നദാനമൊന്നുമില്ല. ഏകാദശിയോടനുബന്ധിച്ചിട്ട് വിളക്ക് നടത്തുന്നവരുണ്ടല്ലോ, അവര് അന്നദാനം നടത്തും. ഇപ്പൊ ദേവസ്വമാണല്ലോ നടത്തണത്. ഏകാദശിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏകാദശി ദിവസം തന്നെ ദേവസ്വം നടത്തുന്ന ഒരു പ്രധാന ആചാരമാണ് ഉദയാസ്തമന പൂജ.
ഇടയ്ക്കിടയ്ക്ക് അമ്പലം അടച്ച് തുറക്കും. പക്ഷേ ഏകാദശി ദിവസം നട തുറന്നു കഴിഞ്ഞാല് പിന്നെ ദ്വാദശിക്ക് നട അടയ്ക്കുള്ളൂ. രാത്രി ഒന്നും നട അടയ്ക്കില്ല. അപ്പോഴൊക്കെ ദർശന സമയമുണ്ട് പറയണ്. തന്ത്രി കുടുംബം ഭഗവാന്റെ മുന്നില് എടുത്ത പ്രതിജ്ഞകളിൽ ഒന്നാണത്രേ ഈ ഏകാദശിക്കുള്ള ഉദയാസ്തമന പൂജ. എന്തായാലും ഈ വർഷം ആ ആചാരത്തില് എന്തോ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഏകാദശിക്ക് വ്രതം എടുക്കുന്നതാണ് ഭക്തർ ഏറ്റവും വലിയ സംഭവമായിട്ട് കരുതുന്നത്. സമ്പൂർണ്ണ വ്രതം എടുക്കുന്നതിന് 3 ദിവസത്തെ ആചാരമായിട്ടാണ് അത് പറയുന്നത്. അതായത് ദശമി ദിവസം ഒരിക്കൽ ഊണ്, ഒരിക്കൽ മാത്രം അരി ആഹാരം. ഏകാദശി ദിവസം ആഹാരം ഒന്നും കഴിക്കാണ്ട് മറ്റു ചിലർ തുളസി ജലം മാത്രം സേവിക്കുക. വേദാനും ചിലര് പഴവും പാലും മാത്രം ആഹാരമായിട്ട് സ്വീകരിക്കുക. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഗോതമ്പിന്റെ കഞ്ഞി മാത്രം കഴിക്കുക. അങ്ങനെ അവനവന് പറ്റുന്ന രീതിയില് വ്രതം നോൽക്കുന്നു. പിറ്റേ ദിവസം ആഹാരം കഴിക്കണമെങ്കിൽ, അതായത് ദ്വാദശിക്ക് ഹരിവാസര സമയത്ത് ദ്വാദശി പണം സമർപ്പിച്ചതിന് ശേഷമാണ് പാരണ വീട്ടി ആഹാരം കഴിക്കുന്നത്. ഈ ചിട്ടവട്ടങ്ങളൊക്കെ ഭഗവത് പ്രീതിക്കായിട്ടുള്ളതാണ്. ഈ കഠിനമായ ചിട്ടകളൊക്കെ, അതായത് ഒരുപാട് നേരത്തെ എഴുന്നേൽക്കുക, കുളിക്കുക, ശുദ്ധിയായിട്ടിരിക്കുക, ആഹാരം വർജിക്കുക, നിലത്തെ കിടക്കാൻ പറ്റുള്ളൂ. ചിലര് രാത്രി ഉറങ്ങാണ്ടിയും കൂടി ഇരുന്നിട്ട് ഈ വ്രതം അനുഷ്ഠിക്കും. അപ്പൊ ഇത്രയും കഠിനമായിട്ട് ഈ ആചാരങ്ങള് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ഭഗവാൻ നോക്കുന്നത് എന്താണ്? നമ്മുടെ മനസ്സിലുള്ള ശുദ്ധമായിട്ടുള്ള നിഷ്കാമമായിട്ടുള്ള ഭക്തി, ഭഗവാനോടുള്ള പ്രേമം. കഴിഞ്ഞ വർഷം പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ വീഡിയോയില് ഏകാദശി ദേവിയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് കേട്ടിട്ടായിരിക്കുമല്ലോ ഇത് കേൾക്കാൻ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ചാതുർമാസ്യത്തില് ഭഗവാൻ യോഗനിദ്രയിലാണ്. അപ്പൊ എഴുന്നേക്കില്ല. അത് കഴിഞ്ഞ് എഴുന്നേറ്റ ദിവസമാണ് ഈ ഏകാദശി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെയാണല്ലോ. ആ ദിവസം മുരൻ എന്ന് പറഞ്ഞ അസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടായി വന്ന ഒരു ദേവിയാണല്ലോ ഈ ഏകാദശി ദേവി. ആ ദേവിയുടെ പ്രവൃത്തി കണ്ട് സന്തുഷ്ടനായിട്ടാണല്ലോ ഭഗവാൻ ഉണർന്ന് ദേവിക്ക് വേണ്ടി ആ പ്രത്യേക ദിവസം ഭക്തജനങ്ങൾ ഉപവാസം ഇരുന്ന് ദേവിയെ പ്രീതിപ്പെടുത്തുമെന്നും ദേവി പ്രീതിപ്പെട്ടാൽ ഭഗവാൻ പ്രീതിപ്പെടുമെന്നും ഉള്ള വരം കൊടുത്തത്. എന്നാൽ ഭഗവാൻ പ്രതീക്ഷിക്കുന്നത് ആ ഉപവാസ സമയത്ത് ഭഗവാനോട് അതിയായ ഭക്തിയും സമർപ്പണവും വേണം എന്നാണ്. ഉപവാസത്തെക്കാൾ ഭക്തിക്കാണ് ഭഗവാൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു കഥയുണ്ട്. ഞാനത് പറയാം ഇവിടെ. പണ്ട് ഒരു രാജ്യത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജ്യത്തിലെ പ്രജകൾ എല്ലാവരും, രാജാവും എല്ലാവരും വിഷ്ണു ഭക്തന്മാരായിരുന്നു. അവരെല്ലാവരും ഏകാദശിക്ക് ആഹാരം വർജിച്ച് ഉപവസിക്കുന്നവരായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ രാജ്യത്തിൽ എവിടെ നിന്നോ ഒരു വ്യക്തി വന്നു ചേർന്നു. ആ വ്യക്തിക്ക് ആ രാജ്യത്തിൽ വസിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ രാജാവ് മറുപ്പൊന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു വ്യവസ്ഥ മാത്രം വെച്ചു. എന്തായിരുന്നു ആ വ്യവസ്ഥ? നിങ്ങൾ ഊഹിച്ചിരിക്കുമല്ലോ. അയാൾ വിഷ്ണു ഭക്തനായിരിക്കണം, ഏകാദശിക്ക് ഉപവസിക്കണം, ആഹാരം കഴിക്കാൻ പാടില്ല. അയാള് ആ വ്യവസ്ഥ സ്വീകരിച്ചു. അങ്ങനെ സുഖമായി അവിടെ വസിച്ചു. അങ്ങനെ ഏകാദശി ദിവസം വന്നു. ആഹാരം വർജിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. അയാൾക്ക് ആഹാരം കഴിക്കണം എന്നാണ് തോന്നുന്നത്. ആഹാരം ഇല്ലാതെ വല്ലാതെ വലയുന്നത് പോലെയാണ് അയാൾക്ക് തോന്നുന്നത്. എന്നാൽ നാട്ടിൽ രാജാവും പ്രജകളും എല്ലാവരും ഉപവസിക്കുകയാണ്. അപ്പൊ അവിടെ എങ്ങനെയാണ് ആഹാരം പാകം ചെയ്ത് കഴിക്കുക? രാജാവിന് ചെയ്തു കൊടുത്ത സത്യപ്രതിജ്ഞയെല്ലാം അയാൾക്ക് ഓർമ്മയുണ്ട്. എങ്കിലും അയാൾക്ക് ആഹാരം കഴിക്കാതെ വയ്യ. അതുകൊണ്ട് അയാൾ നേരെ നദീതീരത്തേക്ക് പോയി അവിടെ ആഹാരം പാകം ചെയ്തു. എന്നിട്ട് ഭഗവാനെ ആവാഹിച്ചു. ഭഗവാൻ വന്ന് കഴിച്ചതിന് ശേഷം
ഇയാൾക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് ഭഗവാനെ ഭക്തിയോട് കൂടിയിട്ട് ആവാഹിച്ചു. അപ്പോൾ സൂര്യരശ്മി വരുന്നതിനോടൊപ്പം തന്നെ ഭഗവാൻ ശംഖുചക്ര ഗദാധാരിയായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. മാത്രവുമല്ല, ഈ വ്യക്തിയിൽ നിന്ന് ഭഗവാൻ ആഹാരം സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് അപ്രത്യക്ഷനായി. ഭഗവാൻ മറഞ്ഞതിന് ശേഷം ഈ വ്യക്തി സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി ആഹാരം കഴിച്ചു. എന്നാൽ ഈ വിവരം രാജാവ് അറിഞ്ഞു. ഇയാളെ ചോദ്യം ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞു, ആഹാരം പാകം ചെയ്ത് ഭഗവാനെ ആത്മാർത്ഥമായി ആവാഹനം ചെയ്തപ്പോൾ ഭഗവാൻ വന്ന് ആഹാരം സ്വീകരിച്ചു എന്നും അതിനുശേഷമാണ് താൻ ആഹാരം സ്വീകരിച്ചത് എന്നും പറഞ്ഞു. എത്രയോ വർഷങ്ങളായി ഉപവസിക്കുന്ന തങ്ങൾക്കാർക്കും ദർശനം തരാത്ത ഭഗവാൻ എങ്ങനെയാണ് ഏകാദശി ദിവസം ആഹാരം പാകം ചെയ്ത വ്യക്തിക്ക് ദർശനം കൊടുത്തത് എന്ന് വെച്ചാൽ അയാളിൽ പ്രീതിപ്പെട്ടത്. ഇത് മനസ്സിലാക്കണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അടുത്ത വർഷം ഏകാദശിക്ക് ഇയാൾ ആഹാരം പാകം ചെയ്ത് ഭഗവാനെ ആവാഹിക്കുന്ന സ്ഥലത്ത് രാജാവും മറ്റും ചെന്ന് കാത്തിരുന്നു, ഭഗവാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ കാണുന്നതിനു വേണ്ടി. രാജാവും മറ്റുള്ളവരും ഭഗവാനെ പരീക്ഷിക്കുന്നത് പോലെയാണല്ലോ ഇപ്പൊ അവിടെ ചെന്നത്. അത് കാരണം ഇയാള് ആഹാരം പാകം ചെയ്ത് ഭഗവാനെ ആവാഹിച്ചിട്ടും ഭഗവാൻ പ്രത്യക്ഷനായില്ല. ഇയാൾക്ക് വളരെ സങ്കടമായി. അയാൾ ഒരുപാട് താണു വീണ് ഭഗവാനോട് അപേക്ഷിച്ചു. എന്നിട്ടും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടില്ല. അവസാനം അയാൾ പറഞ്ഞു, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ അയാൾ ജീവത്യാഗം ചെയ്യുമെന്ന്. ആ സന്ദർഭത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ആഹാരം സ്വീകരിക്കുകയും അദ്ദേഹത്തെ തൻ്റെ ഒപ്പം വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നതാണ് കഥ. അതുകൊണ്ട് ഏകാദശി ദിവസം എന്ത് ഉപവാസം എങ്ങനെയൊക്കെ കഠിനമായി അനുഷ്ഠിച്ചാലും ഭഗവത് ഭക്തി എന്നുള്ളത് മറക്കരുത്, സമർപ്പണം എന്നുള്ളത് മറക്കരുത്. ഏറ്റവും വലിയ ഭക്തർ നമ്മളാണ് എന്നുള്ള ഒരു തോന്നൽ ഒരിക്കലും ഉണ്ടാകരുത്. ആർക്കാണ് യഥാർത്ഥ ഭക്തി ഉള്ളതെന്ന് ഭഗവാന് മാത്രമേ നിർണയിക്കാൻ കഴിയുകയുള്ളൂ. തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ ഭഗവാനോട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ.